ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിപ്പോൾ കാർലിങ്ങിലാണുള്ളത്. കാർലിങ്ങിൽ ഒരു 2 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന ബഡ്ജറ്റ് റേഞ്ച് കാറുകളുടെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് വാഹനങ്ങളെന്ന് പരിചയപ്പെടാം. എന്നും ഒരുപാട് വാഹനങ്ങളുണ്ട്, അതിൽ കുറച്ച് വീതം നമുക്ക് ഓരോ ദിവസമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആൾട്ടോയും അതുപോലെ തന്നെ ഇയോണുമാണ്. അത് ഒരെണ്ണമല്ല, ഏകദേശം 8ഓളം ആൾട്ടോ ഇയോൺ വാഹനങ്ങൾ നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തുടങ്ങാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. വീഡിയോ തുടങ്ങുന്നത് തന്നെ ഞാനൊരു കൺഫ്യൂഷനോട് കൂടിയാണ്. ഇന്ന് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല, അത്രത്തോളം വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ ജസ്റ്റ് കാണാൻ പറ്റും എത്രത്തോളം വാഹനങ്ങൾ ഇവിടെ അടുക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങുമ്പോൾ ആദ്യം നമുക്കൊരു ഇയോണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇയോൺ എന്ന് പറഞ്ഞാൽ 2018 മോഡലാണ്. 50,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനം. എറോ പ്ലസ് എന്ന് പറയുന്ന വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല കണ്ടീഷനുള്ള വാഹനമാണ് ഇത്. ഏകദേശം ഈ വാഹനമൊക്കെ ഏകദേശം 90% ഫിനാൻസ് ലഭിക്കുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുന്നതൊക്കെ. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വാഹനമാണ്. ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില 3 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു വാഹനം പറഞ്ഞാൽ 2014 മോഡൽ ഓൾട്ടോയാണ്. ഓൾട്ടോ 800 എന്ന് പറയുന്നത് 70,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനമാണ്. ഇത് പ്രതീക്ഷിക്കുന്ന വില 2,30,000 രൂപയാണ്. ചെറിയ നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത നമ്മുടെ 2011 മോഡൽ ഓൾട്ടോ ആണ്. ഓൾട്ടോ 800 LXi സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 54,000 കിലോമീറ്റർ മാത്രം ഓടിയ 4 പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം വരുന്ന ക്വാളിറ്റിയുള്ളൊരു വാഹനമാണ്. ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില 1,70,000 രൂപയാണ്. അടുത്ത നമ്മുടെ 2012 മോഡലാണ്. 2012 മോഡൽ LXi തന്നെയാണ് വരുന്നത് ഓൾട്ടോ. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനമാണ്. റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും വരുന്നില്ല. നല്ല നീറ്റായിട്ടുള്ള വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 1,90,000 രൂപയാണ്. അപ്പോൾ അടുത്ത നമ്മളുള്ളത് മറ്റൊരു ഇയോൺ ആണ്. ഇയോൺ വന്നിട്ട് 2018 തന്നെയാണ്. ഈ 18 ഇയോൺ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം. 290 പ്രതീക്ഷിക്കുന്ന വില. അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനമാണ്. ഇതിന്റെ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതിനെല്ലാം ഈ വാഹനത്തിന് എല്ലാത്തിനും ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. ഏകദേശം 90% ഫിനാൻസ് അവൈലബിൾ ആക്കിയിട്ടുള്ള വാഹനങ്ങൾ. എല്ലാ വാഹനത്തിനും ഒരു 15-നും 20-നും മൈലേജ് ലഭിക്കുന്നുണ്ട്. അത്രയും നല്ല അത്യാവശ്യം കണ്ടീഷനുള്ള വാഹനങ്ങൾ മാത്രമാണ് നമ്മളിലുള്ളത്. അടുത്ത ഓൾട്ടോ 800 എന്ന് പറയുന്നത് 2013 മോഡൽ തന്നെയാണ്. ഇത് 2,30,000 ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതും നല്ല കണ്ടീഷനുള്ള നല്ല വെറൈറ്റി കളറാണ്. ഒരു സ്കൈ ബ്ലൂ കളറൊക്കെ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള വാഹനം. ഞാൻ ഈ വാഹനത്തിനെ കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ വാഹനത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടിയുടെ ക്വാളിറ്റിയൊക്കെ. ഇന്റീരിയർ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അതുപോലെ തന്നെയാണ് അടുത്തൊരു വാഹനം 2013 തന്നെയാണ്. 13 ഓൾട്ടോ വരുന്നത്. ഇത് 2,25,000 ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. അപ്പോൾ ഇതിന് പുറമെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ കുറച്ച് വാഹനങ്ങൾ, ഏകദേശം ഒരു 10-8ഓളം വാഹനങ്ങളാണ്. ഇതെല്ലാം ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുന്ന ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനങ്ങളാണ്. ഇതെല്ലാം കാർലിങ്കിൽ അവൈലബിൾ ആണ്. നമ്മുടെ നമ്പർ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് കാണാം. ഗുഡ് ബൈ.